സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരൻ മരിച്ചു. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിയായ വിദ്യാർത്ഥിയാണ് മരിച്ചത്. വിവരങ്ങളുമായി സരീഷ് പി കെ ചേരുന്നു. സരീഷ്, വിശദാംശങ്ങൾ. അല്പസമയം മുൻപാണ് 2ാം ക്ലാസ്സുകാരനായ ആർജവ് മരണത്തിന് കീഴടങ്ങിയത്. ഈ മാസം 12-ാം തീയതിയാണ് പനിയും വയറിളക്കത്തെയും തുടർന്ന് ഈ 7 വയസ്സുകാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ എന്താണ് അസുഖം എന്ന് കണ്ടെത്താനായിരുന്നില്ല. പിന്നീട് 2 തവണയായി നടത്തിയ പരിശോധനയിലാണ് ഷിഗല്ലയാണ് എന്ന് സ്ഥിരീകരണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് തുടർ ചികിത്സകൾ, ഷിഗല്ലയുമായി ബന്ധപ്പെട്ട തുടർ ചികിത്സകൾ നൽകി. പക്ഷേ ഇന്ന് രാവിലെയോടെ മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ സ്കൂൾ അവധി സമയത്ത് ഈ മലിനജലത്തിൽ കുളിച്ചതുമായി ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ അങ്ങനെയാകാം അസുഖം ബാധിച്ചത് എന്നുള്ളതാണ് ബന്ധുക്കളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാകുന്നത്. അതിനെ തുടർന്ന് ആദ്യം മലപ്പുറത്തെ പ്രാഥമിക ആശുപത്രിയിലും അവിടെ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. പക്ഷേ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുവന്നത്. പിന്നീട് തുടർ ചികിത്സകൾ നൽകുകയും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട ആൻറ്റിബോഡി ഉൾപ്പെടെയുള്ളവ നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഇതോടെ ഈ വർഷം 135 പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും 4 മരണം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ 3 മരണവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ്. നിലവിൽ ഒരു കുട്ടി കൂടി ഷിഗല്ല ബാധിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ശരി, ഏറ്റവും സങ്കടകരമായ ഒരു വാർത്തയാണത്. സംസ്ഥാനത്ത് വീണ്ടും ഒരു ഷിഗല്ല മരണം ഉണ്ടായിരിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരൻ, 2ാം ക്ലാസ്സുകാരനാണ് ഇപ്പോൾ മരണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നത്. സരീഷ് പി കെയാണ് വിവരങ്ങൾ നൽകിയത്.